ഷോർട്ട് പി എസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്റ്റഡി പ്ലാനാണ് നോക്കുന്നത്. അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, 10th ലെവൽ പ്രിലിംസ് എന്നിങ്ങനെ എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഈ സിലബസ് കാണുമ്പോൾ നമുക്ക് ഒരുപാടുള്ളതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, 4 സെക്ഷനായിട്ടൊന്ന് തിരിച്ചു നോക്കിയേ. അതായത് GK, സയൻസ്, പിന്നെ കറണ്ട് അഫയേഴ്സ്, പിന്നെ MEM എന്ന് പറഞ്ഞുകൊണ്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഇങ്ങനെ 4 സെക്ഷനായിട്ട് തിരിച്ചാൽ മതി. നമുക്ക് ആദ്യത്തെ 2 സെക്ഷൻ നോക്കാം. GK, സയൻസ്. GK എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 7 പാർട്ടായിട്ടാണ് അത്. അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് 35 മാർക്കിനാണ് GK നമുക്ക് ചോദിക്കുന്നത്. ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, ധനതത്വശാസ്ത്രം 5, ഇന്ത്യൻ ഭരണഘടന 5, കേരള ഭരണ സംവിധാനം 5, സുപ്രധാന നിയമങ്ങൾ 5, കായികം, സാഹിത്യം 5. ഓക്കെ, അപ്പോൾ അതിത്രയും 5. ഇതിത്രയും 5 വരുമ്പോഴത്തേക്കും ചരിത്രവും ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെയല്ല, ചരിത്രത്തിൽ തന്നെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. കേരള, ഇന്ത്യ, ലോക. ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിലും കേരള, ഇന്ത്യ, ലോകം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സബ് ഡിവിഷനും കൂടെ വരുന്നുണ്ട് ചരിത്രത്തിൽ. ഓക്കെ, സയൻസ് എടുക്കുകയാണെങ്കിൽ ജീവശാസ്ത്രം, പൊതുജന ആരോഗ്യം 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, കമ്പ്യൂട്ടറും കൂടെ അതിലാണ് ഞാൻ ഉൾപ്പെടുത്തിക്കുന്നത് 3. അങ്ങനെ അതെല്ലാം കൂടെ ഒരു 15 മാർക്കിന്. ഓക്കെ, ദെൻ അടുത്ത സെക്ഷൻ വരികയാണെങ്കിൽ നമ്മുടെ എന്താണ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറഞ്ഞ് MEM ഒരു 30 മാർക്കിനുണ്ട് അല്ലേ. മലയാളം 10, ഇംഗ്ലീഷ് 10, മാത്സ് 10, കറണ്ട് അഫയേഴ്സ് അടുത്ത സെക്ഷനാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് എത്രയാണ് 100 മാർക്കിന് എക്സാമുകൾ. നമുക്കിതല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് തരുമ്പോൾ എന്താ പറയുമ്പോൾ നമുക്ക് ഒരു ഇതാണ്, ഇതെങ്ങനെ തീർക്കുക. ഇതിങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഇതായിരുന്നു ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഏതാണ് പാടുള്ളത്, അപ്പോൾ ആ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ നോക്കണം. പിന്നെ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീട്ടമ്മമാർക്കും അല്ലാതെ ജോലി ചെയ്യുന്നവർക്കും, വീട്ടമ്മമാർക്കാണ് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത് സമയം. ആർക്ക് വേണോ പഠിക്കാം. ഈ ഇത്രയും ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 7 മണിക്കൂർ, ഒരു ദിവസം ഒരു 7 മണിക്കൂർ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂറെങ്കിലും കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോർഷൻസ് ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി അതിനെക്കുറിച്ച് എങ്ങനെ ഒരു ഡെയിലി സ്റ്റഡി ടോപ്പിക്സ് എല്ലാ ദിവസവും ഉൾപ്പെടുത്തേണ്ട ടോപ്പിക്സ് ഏതൊക്കെയെന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്നതാണ്. ആദ്യം അതാണ്. കാരണം നമുക്ക് ഇപ്പോഴും പല പല പാറ്റേൺസൊക്കെ മാറണമെങ്കിലും SCERT എന്ന് പറയുന്നതിന് ചോദിക്കാതിരിക്കുന്നില്ല. മുമ്പൊക്കെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ചോദിച്ചുകൊണ്ട് വന്ന് 23 വരെ ചിലപ്പോൾ SCERT ഓൾഡ് ആണെങ്കിൽ ഇപ്പോൾ 5, 7, 9 ടെസ്റ്റ് മാറ്റം വന്നതുകൊണ്ട് പുതിയതിൽ നിന്നും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഓരോ ക്ലാസ് വൈസായിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസായിരുന്നാലും സോഷ്യലും സയൻസും മാത്സ് ഉൾപ്പെടെ SCERT ആദ്യം പഴയതും പുതിയതും പഠിക്കണം. ഓക്കെ, അതാദ്യം തീർക്കണം. ദെൻ രണ്ടാമത് സിലബസ് വൈസ് ടോപ്പിക്ക്. സിലബസ് വൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന സിലബസിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തല്ലോ. അപ്പോൾ അതിൽ നിന്ന് ടോപ്പിക് വൈസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് പഠിക്കാൻ പാടുള്ളതിന്. അപ്പം നമ്മൾ ഇപ്പം എത്രയാണെന്നാലും PSC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചാണ് നമ്മൾ പിന്നെ അത് കാണാപ്പാടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാടുള്ളതിന് ആദ്യമേ നമ്മൾ പഠിച്ചങ്ങ് തുടങ്ങാം. പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ ഇത്തിരി പാടായിട്ടൊക്കെ തോന്നുന്നതാണ് ഈ കേരള ഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങൾ. പിന്നെ നമ്മൾ IT എന്നൊക്കെ പറയുമ്പോൾ ഈ 10th ലെവലിലോട്ട് വരുമ്പോൾ മാത്രമേ നോക്കുന്നുള്ളൂ. LGS ലെവലുകാർക്കും കൂടെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ അപ്പം പാടുള്ള ടോപ്പിക്സ് ആദ്യമേ ഈ സിലബസ് വൈസ് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി പഠിച്ച് പോകണം. കാരണം ബാക്കി ഈ സിലബസ് വൈസിൽ വരുന്ന ഹിസ്റ്ററി ആയിരുന്നാലും ജോഗ്രഫി ആയിരുന്നാലും സയൻസൊക്കെ ആയിരുന്നാലും നമ്മൾ SCERTയിലും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അല്ലാതെ ഒന്ന് പഠിച്ചാലും കൂടെ മതി, റാങ്ക് ഫയൽസൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് അതിലൊന്നും SCERTയിലൊന്നും ഇല്ലാത്ത ടോപ്പിക്സ് വേണം ആദ്യം സിലബസ് വൈസ് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തേണ്ടത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ PYQ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ്. PYQ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ഇപ്പോൾ ഈ 2024 വരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് കിട്ടും. ലക്ഷ്യയുടെ തന്നെ PYQs ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു. LD ലെവലിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ വെച്ചിട്ടുള്ള ബുക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വാങ്ങി നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഒരു എത്രയും ഘട്ടം LDC നടന്നല്ലോ എക്സാംസ്. അപ്പോൾ LD ലെവൽ എക്സാംസ് കുറേ നടന്നല്ലോ. ഈ ഇപ്പം 2024-23 നടന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കി എന്ത് ചെയ്യണം, അതിൽ നിന്ന് ആവർത്തിക്കുന്ന ഹോട്ട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് ഹോട്ട് ടോപ്പിക്സ്, അങ്ങനെ ഒരു ടോപ്പിക്സും എന്ത് ചെയ്യണം, കണ്ടെത്തി നമുക്ക് പഠിക്കണം.
അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണതിൻ്റെ കൂട്ടത്തിൽ ഇത് പിന്നെയും ആവർത്തിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ. ദെൻ നാലാമത് നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ്. ഇനി പറയാൻ പോണ 4, 5, 6, 7 4 ഇതെന്ന് പറയുന്നത് നമുക്ക് ഡെയിലി പഠിക്കേണ്ടത് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം 2025 ജനുവരി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം നമ്മൾ എന്നും എഴുതി തന്നെ പഠിക്കണം. പത്രവാർത്തകൾ ഈ ടെലഗ്രാമിൽ നമുക്ക് പത്രവാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്നും എന്ത് ചെയ്യണം? ഒരു ബുക്കിൽ എഴുതി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം. ജനുവരി ഇപ്പോൾ ഇത്രയും ദിവസം ആയെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആയിരുന്നാലും മതി, എഴുതി എടുത്ത് നമ്മൾ ഇനി ബാക്കി ഇപ്പോൾ ഇന്ന് വരെ ഉള്ളത് എഴുതി എടുത്തിട്ട് ബാക്കിയുള്ള ദിവസം അന്നെന്നുള്ളത് എഴുതി പോകണം. പിന്നെ ആ 2025 ജനുവരി സ്റ്റാർട്ട് ചെയ്ത് എഴുതി കണ്ടിന്യൂസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2024 റിവൈസ് ചെയ്ത് പോകണം. അതെങ്ങനെ? ഡിസംബർ തൊട്ട് പഠിച്ചു തുടങ്ങണം. ഡിസംബർ, നവംബർ അങ്ങനെ പഠിച്ചു തുടങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്പെഷ്യൽ ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ബഹിരാകാശത്തിൻ്റെത്, സ്പോർട്സ്, സാഹിത്യങ്ങൾ, അവാർഡ്സ്, അപ്പോൾ അങ്ങനെയുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. ഓക്കെ. ദെൻ ഇംഗ്ലീഷ്. അടുത്ത ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ വൊക്കാബുലറീസ് ഉണ്ട്, ഗ്രാമറും ഉണ്ട് അല്ലേ? അപ്പോൾ ഗ്രാമർ നമ്മൾ കറക്റ്റാக ഫുൾ ആദ്യം പഠിച്ച്, ഇപ്പം നമുക്ക് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് നോക്കിയാൽ തന്നെ അറിയാം. അതിൽ ആവർത്തിക്കുന്നത് നമുക്കറിയാം. പ്രിപ്പോസിഷൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രിപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ് ചോദിക്കും, ആക്റ്റീവ് പാസീവ്സ്, ക്വസ്റ്റ്യൻ ടാഗ്, അങ്ങനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നമുക്ക് വൊക്കാബുലറി ഒരുപാട് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു ബുക്ക്, നമുക്ക് ഗ്രാമർ ബുക്ക് വാങ്ങിയാൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് ഗ്രാമർ സെറ്റ് ചെയ്ത് ആദ്യമേ പഠിച്ചൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് പോകില്ല. പിന്നെ വൊക്കാബുലറി പഠിച്ച് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും പോയാൽ നമ്മൾ ഗ്രാമർ പോർഷൻ അത്രയും സെറ്റ് ചെയ്ത് വയ്ക്കണം. ഓക്കെ. മലയാളം ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. മലയാളം സത്യം പറഞ്ഞാൽ അത്രയും എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് തന്നെയാണ് അത്രയും ചോദിക്കുന്നത് മലയാളം. ഓക്കെ. പിന്നെ മാത്സ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ SCERT പറഞ്ഞതുപോലെ SCERT മാത്സ് ഇപ്പോൾ SCERT നിന്നും ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ യൂട്യൂബിലായിരുന്നാലും SCERT ക്ലാസ്സുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് SCERT നിന്നും മാത്സ് XCERT നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം, ഓരോ ടോപ്പിക് ബേസ് നോക്കണം നിങ്ങൾ. ഓക്കെ. പാടുള്ളവർ നല്ലപോലെ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മാത്സ് എളുപ്പമാവാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ 7 ടോപ്പിക്ക് ഡെയിലി ഈ 7 ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മണിക്കൂർ വെച്ചെങ്കിലും പഠിച്ചാൽ മതി. കാരണം നമുക്ക് പഠിച്ചാൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും ഇനി വരുന്ന 10th പ്രിലിംസ് ആയിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനെ കുറിച്ചാണ് കൂടുതൽ ഞാൻ പറയുന്നത്. അപ്പോൾ അത് തന്നെ എത്രയുണ്ട്? അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത വരുന്ന 10th പ്രിലിംസ് ഒക്കെ വരുന്നത് 2025. അപ്പോൾ ഇപ്പോൾ 180 ദിവസത്തിൽ കൂടുതൽ തന്നെ എന്തുണ്ട്? ദിവസമുണ്ട് നമുക്ക് പഠിക്കാൻ. കാരണം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പോലും ഓഗസ്റ്റ്, ഒക്ടോബർ ദിവസത്തിലാണ് എക്സാം പറയുന്നത്. ആ ഓഗസ്റ്റിന് മുമ്പ് വരെ, അതായത് ജൂലൈ വരെ ഉള്ള ദിവസമാണ് ഞാൻ പറഞ്ഞത് 180 കൂടുതൽ ദിവസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ? ഇപ്പോൾ ഒരാഴ്ചത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വയ്ക്കണം. ഇപ്പം ഇതൊക്കെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസത്തേത് വെച്ച് തരാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേത് അവർക്ക് അറിയാൻ പറ്റും അല്ലേ, സമയത്തിൻ്റേത്. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം? സമയം സെറ്റ് ചെയ്ത് ഇത് ഇത്രയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഞാൻ പറഞ്ഞ ഡെയിലി സ്റ്റഡി പ്ലാൻ ആ ഒരു മെത്തേഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഹാർഡായിട്ടുള്ളത് അപ്പോൾ ആ ടോപ്പിക്സൊക്കെ കൂടുതൽ ചെയ്ത് എന്ത് ചെയ്യണം? മൺഡേ മുതൽ ശനിയാഴ്ച വരെ എന്ത് ചെയ്യണം? നമ്മൾ ഒരാഴ്ചത്തത് നമ്മൾ എഴുതി തയ്യാറാക്കി വയ്ക്കണം. എന്നിട്ട് അത് പഠിക്കണത് എല്ലാം ടിക്ക് ചെയ്ത് പോയി പഠിച്ചിട്ട് എന്ത് ചെയ്യണം? സൺഡേ മസ്റ്റായിട്ടും എന്ത് ചെയ്തിരിക്കണം? റിവിഷൻ ചെയ്തിരിക്കണം. റിവിഷൻ ഇല്ല നമ്മൾ ചുമ്മാ പഠിച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല. എന്ത് ചെയ്യണം? സൺഡേ മസ്റ്റായിട്ട് റിവിഷനും ചെയ്തിരിക്കണം. എന്തെങ്കിലും മോഡൽ എക്സാംസ് ഉണ്ടെങ്കിൽ അത് ഈ നമ്മുടെ തൊഴിൽ വീതിയിലൊക്കെ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. കാരണം ഇപ്പോഴത്തെ എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ LGS ലെവലെന്നും പറഞ്ഞിട്ട് PSC ആണെങ്കിൽ ഒരു 10th ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ 10th ലെവൽ നമ്മൾ എഴുതാൻ പോകുമ്പോൾ ഒരു +2 ലെവലെങ്കിലും രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് SCERT. SCERTയിലൂടെ NCERT എന്നുള്ള ടോപ്പിക്സ്. കാരണം ഇപ്പോഴത്തെ എക്സാംസ് 10th പ്രിലിംസിനും NCERTയിൽ നിന്ന് വരെ ജോഗ്രഫിയിൽ നിന്നൊക്കെ കയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം പഠിച്ചിട്ട് SCERT പഠിച്ച് തീരുമ്പോൾ നമ്മൾ അടുത്ത NCERTയിലെ ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഹിസ്റ്ററിയിലെ ചില പോർഷൻസ് ഉണ്ട്, അതുപോലെ എക്കണോമിക്സിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററായ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറച്ച് ചാപ്റ്റർ ഇതിലുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കിക്കൊണ്ട് പോകണം. നമുക്ക് എത്രത്തോളമൊക്കെ പഠിക്കാൻ പറ്റുമോ നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ പഠിക്കുകയും വേണം. ഓക്കെ. താങ്ക് യു.